ഏതൊരു ബ്രസ്റ്റ് ഫീഡിങ് മദറിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ ആവശ്യത്തിന് പാലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുട്ടി കരയുന്നതെല്ലാം വിശന്നിട്ടാണോ? ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ജേർണി നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹോർമോൺ, നമ്മുടെ ബേബി ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ബേബി എത്രത്തോളം കുടിക്കുന്നോ അതനുസരിച്ചിട്ടാണ് മിൽക്കിന് പ്രൊഡക്ഷൻ കൂടുന്നത്. ബേബിക്ക് പാല് സക്കിങ് കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അതുപോലെ തന്നെ കുട്ടിക്ക് പ്രായം കൂടുന്നതനുസരിച്ച് പാലിൻ്റെ കോമ്പസിഷൻസ് മാറും, പാലിൻ്റെ മേക്കപ്പ് തന്നെ മാറുകയാണ്. ഇനി കുട്ടികൾക്ക് പാല് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ കുറച്ച് ടിപ്സ്. 8 മുതൽ 12 തവണ വരെയാണ് ഒരു ഇനീഷ്യൽ ഒരു 4 to 5 months വരെ ബേബീസ് ഫീഡ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ 24 hours. ബേബീസ് ബ്രസ്റ്റ് സക്ക് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്, പാല് കിട്ടാൻ വേണ്ടിയിട്ട്. വേറൊന്ന് കംഫർട്ടിന് വേണ്ടിയിട്ട്. പാല് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നതും കംഫർട്ടിന് വേണ്ടി സക്ക് ചെയ്യുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം ചില അമ്മമാർ പറയും എപ്പോഴും പാല് കൂടിയാണ്, നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കരച്ചിൽ തുടങ്ങും, ഇങ്ങനെ പറയും. മിക്ക കുട്ടികളും ഈ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് നമ്മളൊന്ന് കുഞ്ഞിനെ മാറ്റി കഴിയുമ്പോഴത്തേനും അവർ വല്ലാണ്ട് കരയും, ഭയങ്കരമായിട്ട് വാശി പിടിക്കും തിരിച്ച് സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് യൂഷ്വലി കംഫർട്ടിന് വേണ്ടി സക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. ഒരു 150 to 200 grams പെർ വീക്ക് ഗെയിൻ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ 2 weeks ഓഫ് പോസ്റ്റ്പാർട്ടം. കുട്ടി ഉണ്ടായി 2 ആഴ്ചയ്ക്ക് ശേഷം എവറി വീക്ക് 150 to 200 grams കൂടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനഫ് പാല് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം. അവരുടെ ആ ചാർട്ട് നോർമലായിട്ട് പോകുന്നുണ്ടെങ്കിൽ. സെക്കൻഡ് വൺ, അവർ ഫീഡ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അവർ കുറച്ച് റിലാക്സ്ഡ് ആവും. നോർമലി അവർ ബോഡി ഒന്ന് റിലാക്സ് ആവുകയാണെങ്കിൽ അവർക്ക് പാല് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. പാല് കുടിക്കാൻ വേണ്ടി സക്ക് ചെയ്യുമ്പോൾ 3 തവണ സക്ക് ചെയ്ത് ഒരു സ്വോളോയിങ് ഉണ്ടാവും. അവരുടെ ത്രോട്ട് അനങ്ങും, ചെവിയും ജോയും നന്നായിട്ട് മൂവ് ചെയ്യും. ഇങ്ങനെയാണ് അവർ പാല് കുടിക്കുന്നത്. കംഫർട്ട് സക്കിങ് എന്ന് പറയുമ്പോൾ അവരുടെ ജോ മാത്രം ഫ്ലട്ടർ സക്സ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കത്തേ ഉള്ളൂ. അത് കംഫർട്ട് ഫീഡിംഗ് ആണ്. ഈ കംഫർട്ട് ഫീഡിങ് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ബോണ്ടിങ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആ അമ്മയ്ക്ക് അതൊരു പ്രശ്നമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കുഞ്ഞിനെ മാറ്റി അവരുടെ അമ്മയല്ലാണ്ട് വേറെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒന്ന്, അവർക്ക് നിപ്പിൾ ക്രാക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അമ്മയ്ക്ക്. സെക്കൻഡ് വൺ, ബേബി അമ്മേനെ ഒരു പാസിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് വരുമ്പോൾ, ഗ്യാസ് ആയിക്കോട്ടെ, അവർക്കൊരു ബോഡിയിൽ ഒരു ഡിസ്കംഫർട്ട് ആയിക്കോട്ടെ, അവർ ആ ഒരു അമ്മേനെ ഒരു പാസിഫയർ പോലെ യൂസ് ചെയ്യാൻ തുടങ്ങും. സെക്കൻഡ് വൺ, ഡ്യൂറിങ് ക്ലസ്റ്റർ ഫീഡ്സ്, അതായത് അവരുടെ ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടാകുന്ന ടൈമിലാണ് ക്ലസ്റ്റർ ഫീഡ്സ് വരുന്നത്. ഈ ടൈമിൽ അവർക്ക് നോർമലി ഫീഡിങ്ങിന്റെ നമ്പർ കൂടുതലായിരിക്കും. ആ സമയത്ത് അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, അമ്മയുടെ പാലിന്റെ പ്രൊഡക്ഷൻ കൂടുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് ഈ ജനറൽ റൂൾ അപ്ലൈ ചെയ്യില്ല.